ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇഫ്താറിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പക്കവടയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുന്നത്. ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവടയാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം ഒരു ബൗളിലോട്ട് 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 ചേർത്ത് കൊടുക്കുക. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിക്കാതെ തന്നെ പച്ചക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കൈവച്ച് നന്നായിട്ട് മിക്സ് ആക്കി മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ച ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നിറയെ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കാതെ തന്നെ കുഴച്ചെടുത്താൽ മതി. സവാളയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് ചിക്കനിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പം അത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോറിന് പകരം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഓവർ ലൂസായിട്ട് ഉണ്ടാവരുത്. ചിക്കൻ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഓയിലിലോട്ട് ഇടുന്ന സമയത്ത് എല്ലാം ഒന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ടാവണം. ഇനി ഇത് ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ചിക്കൻ വേവാനുള്ളത് കൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കളർ മാറുമെങ്കിലും ചിലപ്പോൾ ചിക്കൻ വേവാതെ ആവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇത്രയും പണിയുള്ളൂ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ പൊട്ടറ്റോ പക്കോടയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരും ആവശ്യമുള്ളവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.